ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ ആ നിലയ്ക്ക് തിളക്കമുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഡൽഹി മദ്യനയ കേസിൽ സമ്പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒന്നായിരുന്നുവെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ പ്രതിഫലിക്കുമായിരുന്നു. ഡൽഹിയിലെ 7 സീറ്റിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടായിട്ടും പരാജയപ്പെട്ടത് പൊതുസമൂഹം അതിനാ നിലയ്ക്ക് പരിഗണിക്കാത്തത് കൊണ്ടാണ് എന്ന വിമർശനം ഉന്നയിച്ചു. 2, കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതങ്ങനെയല്ല എന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞു. പക്ഷേ വിഷ്ണു അതിനകത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്, തിരഞ്ഞെടുക്കപ്പെട്ട ആൾ എന്ന നിലയിൽ കോടതി അതിനകത്ത് അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞതും രാജിവെക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദമായി കാണണമെന്നാണ്. 3, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്തിട്ടുള്ള കേസുകളിൽ ഒന്നിൽ പോലും ജാമ്യം അനുവദിച്ചു എന്നതിനപ്പുറത്ത് കുറ്റവിമുക്തനാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബോണഫൈഡായി അവിടെ നിൽക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഈ കേസുകൾ എന്നാണ്. എന്ത് തോന്നുന്നു? നമസ്കാരം. എനിക്ക് പറയാനുള്ളത് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് ഗോപി പറഞ്ഞല്ലോ, അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഒരു വോട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയെന്ന് എന്ന് ഞാൻ കാണുന്നില്ല. ഇലക്ഷൻസ് ആർ എ മാറ്റർ ഓഫ് നമ്പേഴ്സ്. ആൻഡ് ഇതിനു മുമ്പും 2 പ്രാവശ്യം തന്നെ ഡൽഹിയിലെ പബ്ലിക് ഇലക്ടറേറ്റ് സെന്ററിൽ BJPയെയും സ്റ്റേറ്റിൽ അരവിന്ദ് കെജ്രിവാളിനെയും വോട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ BJPയുടെ വളരെയധികം പൊളിറ്റിക്കൽ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇമേജിനെ തകർക്കുക എന്നുള്ളത്. ബിക്കോസ് അവർക്ക് പേടിയാണ്. നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, 2-3 മാസങ്ങൾക്ക് ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ അസംബ്ലി ഇലക്ഷൻസ് വരുന്നുണ്ട്. ഹരിയാന പ്രത്യേകിച്ച് ഡൽഹിക്ക് അടുത്തുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിനെ ബാധിക്കുന്ന രീതിയിൽ വേണം BJPക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായയിലെ ഇമേജ് തകർക്കേണ്ടത്. ഇതൊക്കെ ഗെയിമിംഗ് ആണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വാക്കുകളുടെ മായാജാലമാക്കി മാറ്റി പൊളിറ്റിക്സിനെ മോദിജി. ആ വാക്കുകളുടെ മായാജാലം ഈ ലോക്സഭാ ഇലക്ഷനിൽ ജനങ്ങൾ അതിനെ നിരസിച്ചു. വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് നമ്മൾ കണ്ടത്. അതേമാതിരി തന്നെ മൈൻഡ് ഗെയിംസ്, സൈക്കോളജിക്കൽ വാർഫെയർ ആണ് ഈ നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് ചാണക്യനീതിയായിട്ട് BJPക്കാർ കാണുന്നുണ്ടെങ്കിൽ പൊളിറ്റീഷ്യൻസിനെക്കാട്ടിലും ഉപരിയാണ് ജനങ്ങളുടെ മനസ്സ്. ദ പീപ്പിൾ ആർ ദ ബിഗസ്റ്റ് ചാണക്യാസ്, ദ വർക്കിംഗ് ക്ലാസ്. ഈ നമ്മളുടെ രാജ്യത്തെ, നമ്മളുടെ രാഷ്ട്രത്തിൽ ചോരയും നീരും ഒന്നാക്കി 2 നേരത്തെ ആഹാരം അവരുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് ഈ നടക്കുന്നതെന്ന്. സോ അവരെ വിഡ്ഢിയാക്കുന്ന രീതിയിൽ ഒരാളിനെ പിടിച്ച് ജയിലിലിട്ടിട്ട് ട്രയൽ പോലും നടത്താതെ കഴമ്പില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷെ കോടതി മനസ്സിലാക്കണം, ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇതിനു മുൻപത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളുടെ കോടതികളിൽ വളരെയധികം പ്രഷർ പോയിന്റ്സ് ഉണ്ട്, പ്രഷർ ലോബീസ് ഉണ്ട്. അവരെ പല രീതിയിലാണ് പ്രഷറൈസ് ചെയ്യുന്നത്. ഇന്റിമിഡേഷൻ ടാക്ടിക്സ് ഉണ്ട്, പ്രഷർ ഉണ്ട്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഒരു എന്താ പറയുന്നത്, അവർക്ക് പ്രഷർ അല്ലെ സമ്മർദ്ദം ഫേസ് ചെയ്യാനുള്ള കഴിവനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും കഴമ്പുള്ള കാര്യങ്ങളല്ല. കഴമ്പുള്ള ഒറ്റ സത്യമേ ഉള്ളൂ, ഇലക്ഷൻസ് വരുന്നു. ഇലക്ഷന് മുമ്പ് എങ്ങനെയാണ്, ബിക്കോസ് അവർക്ക് പേടിയുള്ള ഒരു വ്യക്തി ആരെയും പേടിയില്ലാത്ത വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാളിന്. ആരെയും പേടിയില്ല. മാഡം, താങ്കൾ ഈ പറഞ്ഞ പരാമർശങ്ങൾ കേട്ടിട്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൈ ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹം മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്, ചില പ്രഷർ പോയിന്റ്സ് ഉണ്ട്, അത് ഒക്കെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് താങ്കൾ ഇവിടെ നടത്തിയ പരാമർശം. അങ്ങനെ പറഞ്ഞു എന്നാണ് താങ്കൾ പറഞ്ഞത്. അതിന് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഞാൻ താങ്കളിലേക്ക് വരാം. രാധിക മാഡം ഇത് പൂർത്തിയാക്കിയ ശേഷം. രാധിക നായർ പറഞ്ഞോളൂ. ഹലോ. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പൊളിറ്റിക്കൽ ഗെയിമാണ്. EDയും CBIയും അതുകൊണ്ട് തന്നെയാണ് ED മൂലം അദ്ദേഹത്തിന് ബെയിൽ കിട്ടും എന്നുള്ള തോന്നൽ EDക്ക് തന്നെ തോന്നിയിട്ടാണ് അവർ CBIയുടെ കേസുമായിട്ട് വന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതൊരു ഗെയിമാണ്.
ഇതൊരു അല്ല, ശ്രീമതി രാധിക നായർ, ഞാൻ ഒരു ചോദ്യം ഒന്ന് ആവർത്തിക്കട്ടെ. അതായത് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ആണയിട്ടുകൊണ്ടാണല്ലോ ഈ അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിലടക്കം തൻ്റെ കൈ പരിശുദ്ധമാണ് എന്നുള്ളതാണ്. അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മാറ്റുകൂട്ടുന്ന ഒന്നായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷത്തിലൂടെ പ്രകടമാകേണ്ടതായിരുന്നില്ലേ? അത് സംഭവിച്ചില്ലല്ലോ ഡൽഹിയിൽ. ഡൽഹിയിൽ സംഭവിച്ചില്ല, സാരമില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇസിയുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വളരെയധികം സപ്പോർട്ടോട് കൂടിയാണ് BJP ഈ ഇലക്ഷൻ ജയിച്ചത്. നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. പലതരം എന്താ പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷനെ ലംഘിച്ചുകൊണ്ടാണ് BJP ഈ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ട്സിനെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഞാൻ വിടുന്നു. അതിനെ ഈ അരവിന്ദ് കെജ്രിവാളിന് എതിരെയായിട്ടുള്ള ഒരു വോട്ടായിട്ട് നമ്മൾ കാണണ്ട. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ, അരവിന്ദ് കെജ്രിവാളിന്റെ ഗവർണൻസിനെ ബാധിച്ചിരിക്കുന്നത് ഡൽഹിയിലെ കൊച്ചു കുട്ടികളാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഗവർണൻസിനെ അറിഞ്ഞ് അതിന്റെ ഫലം അനുഭവിച്ച കുഞ്ഞുങ്ങളാണ് ഡൽഹിയിലെ. ആ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനമ്മമാരും ഒരിക്കലും അരവിന്ദ് കെജ്രിവാളിന്റെ ഗവർണൻസ് മോഡൽ അല്ലാതെ വേറൊരെണ്ണം ചൂസ് ചെയ്യത്തില്ല. അവർക്കറിയാം ലോക്സഭാ ഇലക്ഷനിൽ ആരെ വോട്ട് ചെയ്താലും അവരുടെ സ്കൂൾസിനെ അത് ബാധിക്കത്തില്ല, ആശുപത്രികളെ ബാധിക്കത്തില്ല. ഇപ്പം MCDയും നമ്മളുടെ അധീനമായപ്പോൾ ആൾക്കാർ പറയും വൃത്തിയുണ്ട്, പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ MCDയിലെ എംപ്ലോയീസ് പറയുന്നുണ്ട്, ജീവനക്കാർ പറയുന്നുണ്ട്.